എവിടെയൊക്കെ ടിക്കറ്റ്? പോസ്റ്റ് ഓഫീസ്. ഹലോ, ആ ശുഭ, എവിടെയാണല്ലോ നീ? ലീവ് പറഞ്ഞിട്ട് വരാന്ന് പറഞ്ഞ് രാവിലെ പോയതല്ലേ? 9 o'clock പ്രൊഫസറിനെ മീറ്റ് ചെയ്യാനുള്ളതാ. ഇപ്പൊ 9:10. ആ ഞാൻ ബസ്സിൽ വന്നോണ്ടിരിക്കുക. ബസ്സിലാണെന്നോ? കുറച്ചെങ്കിലും സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുവാ. ഓക്കെ, പ്രൊഫസറിനെ എങ്ങനെയാ മീറ്റ് ചെയ്യുന്നത്? ഡോംഗ്ലി അവന്റെ കൂടെ തന്നെ കാണില്ലേ? ആ പ്രൊഫസറിന്റെ നമ്പർ ഉണ്ടല്ലോ, അതെനിക്കൊന്ന് SMS അയക്കേ. ഹലോ സാർ, ECRൽ ഒരു 30 ഏക്കർ സ്ഥലമുണ്ട്, നമുക്ക് വാങ്ങിയാലോ? നിങ്ങൾ ആരാ സംസാരിക്കുന്നേ? ഒന്നുമില്ല സാറേ, ചൈനയിൽ നിന്ന് ഒരു 300 കോടി കിട്ടിയതായി ഞാൻ അറിഞ്ഞു കേട്ടോ. അത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ഐഡിയ പറഞ്ഞു തന്നതല്ലേ? തെറ്റാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അതെ അതെ, തമിഴ് മലയാളം ഒന്നും ഇപ്പൊ സാറിന് വശമില്ലല്ലോ. ചൈനീസിൽ പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവും അല്ലേ? അവിടുന്ന് കോടിക്കണക്കിന് പണമല്ലേ വന്നു ചേരുന്നത്. ഹലോ, കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് അറിയാതെ വെറുതെ ആപത്തിച്ചെന്ന് ചാടണ്ട. നിർത്തടാ. ചൈനീസിന്റെ കയ്യിൽ നിന്ന് 300 കോടി പണം വാങ്ങിയതും ഓപ്പറേഷൻ റെഡിന്റെ എല്ലാ ഫയൽസും നിന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്തു കഴിഞ്ഞു. അതെനിക്ക് വേണം. അതെനിക്ക് തിരിച്ചു തന്നേക്ക്. അത് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ചോദിക്കുന്ന 2 ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കിട്ടണം. അവൻ എന്തിനാ ശുഭയെ കൊല ചെയ്യാൻ ശ്രമിക്കുന്നത്? ഓപ്പറേഷൻ റെഡ് എന്ന് വെച്ചാ എന്താ? ഹലോ, എനിക്ക് വേറൊരു കോള് വരുന്നുണ്ട്, ഞാൻ വിളിക്കാം. വേണ്ട വേണ്ട, നിന്റെ ചൈനീസ് മറ്റവനാണോ ലൈനില്? ഫോൺ വെച്ചാലുണ്ടല്ലോ, ഇന്ന് വൈകിട്ട് എല്ലാ ന്യൂസ് ചാനലിലും ഓപ്പറേഷൻ റെഡിനെ പറ്റിയായിരിക്കും ന്യൂസ്. അയ്യോ വേണ്ട വേണ്ട, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഓട്ടോയിൽ കയറ്. ഓട്ടോയിലോ? ഓട്ടോയിൽ കയറാൻ. ഓട്ടോ. കയറിയോ? എവിടെ വരണം? പാരീസ് കോർണർ പോസ്റ്റ് ഓഫീസ്. പാരീസ് കോർണറിലേക്ക് വിട്. ഇപ്പൊ എവിടെയാ? മൗണ്ട് റോഡ് സിഗ്നലിന്റെ അടുത്തായി. ഇറങ്ങി പ്ലാറ്റ്ഫോമിൽ നടക്ക. എന്തിന്? ഇറങ്ങി പ്ലാറ്റ്ഫോമിൽ വേഗം നടക്കാൻ. എന്താ ചാവാൻ പോവാണോ? അവിടെ ഒരു സബ്വേ കാണുന്നുണ്ടോ? അവിടെ ഇറങ്ങ. ഇറങ്ങിയല്ലോ. ശാന്തി തിയേറ്ററിന് അവിടെ കയറ. കയറിയോ? നിന്റെ മുമ്പിൽ കാണുന്ന ബസ്സിൽ കയറ്. കയറ്. എന്താ കാര്യം പെട്ടെന്ന്? അകത്തേക്ക് വാ. എന്ത് പറ്റി സർ? What's happening? ആരാ സർ ഇങ്ങനെ അടിച്ചത്? ഞാനാ. Hey, what's this? How can you raise your hand on a professor? ഇവനെന്താ ചെയ്തെന്നറിയോ? ചൈനയിൽ നിന്ന് 300 കോടി അയാൾ വാങ്ങിയിരിക്കുന്നത്. ഓപ്പറേഷൻ റെഡ് എന്ന് പറഞ്ഞെന്തോ ചെയ്യാൻ പോവാത്രേ. പറയടാ. ഓപ്പറേഷൻ റെഡ് എന്ന് പറഞ്ഞ ചൈന ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കാൻ പോകുന്ന ബയോവാറാണ്. ബയോവാർ എന്ന് വെച്ചാ? മുൻകാലങ്ങളിൽ 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ വാളുകൊണ്ടുള്ള ആക്രമണം, അല്ലെങ്കിൽ ദൂരെ നിന്ന് ഷൂട്ട് ചെയ്യുക, പിന്നീട് സ്വന്തം രാജ്യത്തിരുന്ന് തന്നെ
ശത്രുവിന് നേരെ അണുബോംബിടുന്നു. എന്നാൽ ഈ ബയോവാർ എന്ന് പറഞ്ഞാൽ തോക്ക് കൊണ്ടോ റോക്കറ്റ് കൊണ്ടോ അല്ല, ഇറ്റ്സ് എ വൈറസ്. 6th സെഞ്ചുറിയിൽ ഹാംഫിങ് എന്ന വൈറസാൽ ചൈനയിൽ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് മരിച്ചു വീണത്. അതേ വൈറസിനെ വീണ്ടും ഉണ്ടാക്കി ഇന്ത്യയിൽ പടർത്താനാണ് ഡോങ്ലി എന്ന സ്പെഷ്യലിസ്റ്റിനെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അവൻ ആ വൈറസിനെ ഒരു തെരുവ് നായയിൽ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട്. ഇഞ്ചക്ട് ചെയ്യപ്പെട്ട ആ നായ 24 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായും വൈറസ് ബാധിതനാകും. ഈ സമയം ഒട്ടേറെ നായ്ക്കൾക്ക് ഈ വൈറസ് ബാധിച്ചിരിക്കും. നായ്ക്കളിൽ നിന്ന് മനുഷ്യർക്കും ഇത് ബാധിക്കും. മുൻപെല്ലാം സയന്റിസ്റ്റുകൾ രോഗത്തിന് മരുന്നാണ് കണ്ടുപിടിച്ചിരുന്നത്. ഇപ്പോ പുതിയ പുതിയ രോഗങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. ഈ രോഗത്തിന് ആർക്കും മരുന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. എന്നാൽ ചൈനയിൽ ചിലരുടെ കയ്യിൽ ഇതിനുള്ള മരുന്നുണ്ട്. 1600 വർഷങ്ങൾക്ക് മുൻപ് ബോധിധർമ്മൻ എഴുതിയ ഔഷധക്കുറിപ്പാണത്. ഈ രോഗം ബാധിച്ചാൽ 60 ദിവസത്തിനുള്ളിൽ ഇന്ത്യയുടെ ജനസംഖ്യയിൽ 30 ലക്ഷത്തോളം പേർ മരിച്ചിരിക്കും. ഈ രോഗത്തിന് ആരും മരുന്ന് കണ്ടുപിടിച്ചില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ചൈന തങ്ങളുടെ പക്കലുള്ള മരുന്ന് വിപണിയിൽ ഇറക്കും. ആ മരുന്നിനു വേണ്ടി ചൈന തയ്യാറാക്കുന്ന ഏത് നിബന്ധനകൾക്കും ഇന്ത്യ വഴങ്ങിക്കൊടുക്കേണ്ടി വരും. അതിനു വേണ്ടിയാണ് ഈ ബയോവാർ. എടാ, അപ്പോ ശുഭ എന്തിനാ അവർ ഫോളോ ചെയ്യുന്നത്? 3 മാസങ്ങൾക്ക് മുൻപ് ശുഭയുടെ തീസിസ് ഞാൻ ചൈനയിലേക്ക് അയച്ചിരുന്നു. ബോധിധർമ്മന്റെ DNA പരിശോധന അവർക്ക് ഷോക്കുണ്ടാക്കി. ബോധിധർമ്മന്റെ കഴിവുകൾ പുനർജനിച്ചാൽ അവരുടെ ബയോവാറിന് തീർച്ചയായും മരുന്ന് കണ്ടുപിടിക്കുമെന്ന് ഉറപ്പായി. അത് തടുക്കാൻ വേണ്ടിയാണ് നിന്നെയും ശുഭയെയും കൊല്ലാൻ ശ്രമിക്കുന്നത്. എന്താ വേണ്ടേ? തനിക്ക് എന്താ വേണ്ടതെന്ന് പറ. പണത്തിന് വേണ്ടി തന്നെ എന്ത് ചെയ്യും അല്ലേ? അല്ലെങ്കിൽ തന്നെ വ്യാജ ഡോക്ടറും വ്യാജ മരുന്നും കൊണ്ട് ഇവിടെ ഇത് പോരാഞ്ഞിട്ടാണോ പുതിയ വൈറസ്? ഈ രോഗം തന്റെ കുടുംബത്തിന് പകരില്ലെന്ന് എന്താ ഉറപ്പ്? അരവിന്ദ്, one second അരവിന്ദ്, we have to do something. ആദ്യം സിറ്റിയിൽ ഈ രോഗം പകർന്നിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത്. എന്റെ അങ്കിൾ സിറ്റി കോർപ്പറേഷനാണ് വർക്ക് Call him. ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഫോൺ Call him immediately. We have to deal with this one step at a time. എന്താടാ? അങ്കിൾ ഒരു ഏർജന്റ് ആയ ഇൻഫർമേഷൻ വേണം. സിറ്റിയിൽ പുതിയതായി ഏതെങ്കിലും ഡിസീസ് പടരുന്നുണ്ടോ, ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്നറിയണം. പിന്നെ വെറ്റനറി ഹോസ്പിറ്റലിൽ നായ്ക്ക് എന്തെങ്കിലും പുതിയ രോഗം പടരുന്നുണ്ടോ എന്നറിയണം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ, 20 മിനിറ്റിനകം വിളിക്കാന്ന് പറഞ്ഞു. അതെ, 9:30 മണിക്ക് മൗണ്ട് റോഡ് പോസ്റ്റ് ഓഫീസിന് അടുത്തുനിന്ന് പുറപ്പെട്ട് നമ്മുടെ വണ്ടി തന്നെയാണ് ബുക്ക് ചെയ്തത്. സുഭാഷ് ശ്രീനിവാസൻ എന്ന ആളാണ്. പക്ഷെ എവിടെ ഡ്രോപ്പ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. റൂൾസ് ഒന്നും ഇല്ല. നോ റൂൾസ്, നോ ഡീറ്റെയിൽസ്. Give me the address. ഫാസ്റ്റ് ട്രാക്ക്, can I help you? 19th Avenue, സൗമിത്ര അപ്പാർട്ട്മെന്റ്, അശോക് നഗർ. 10 മിനിറ്റിനുള്ളിൽ വണ്ടി വരും മാഡം. എന്താ ഇതുവരെ പോയില്ലേ? I said I need the address. വാട്ട് ഈസ് യുവർ നെയിം? Dongli. ഡോങ്ലി ഡീങ്ലി എന്നൊന്നും പറഞ്ഞ ആരും അഡ്രസ്സും കിട്ടില്ല. ഹലോ, പറയൂ. അശ്വിൻ, നിന്റെ സംശയം ശരിയാണ്. മാതാ ഹോസ്പിറ്റലില് ഇന്നുച്ചയ്ക്ക് 6 പേര് അഡ്മിറ്റ് ആയിട്ടുണ്ട്. അതിൽ നിന്ന് 8 മണിക്ക് ഒരാളും 11 മണിക്ക് ഒരാളും മരിച്ചു പോയിട്ടുണ്ട്. എന്ത് അസുഖമാണെന്ന് ഇതുവരെ ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല.
വെറ്റിനറി ഹോസ്പിറ്റലില് ഏകദേശം ഒരേ ദിവസം 300 നായ്ക്കൾക്കെങ്കിലും അസുഖം ബാധിച്ച് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഇത്രയും വിവരങ്ങൾ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് വിളിച്ചോളാം. തന്നെ നമുക്ക് മാതാ ഹോസ്പിറ്റലിലേക്ക് പോകണം. ആ. ഓക്കെ, ഇയാളെയോ? ഇമ്രാൻ, ആ റൂമില് ലാൻഡ് ലൈൻ ഉണ്ടോ? ഇല്ല. ഇല്ലല്ലോ. സ്റ്റെപ്സ് വഴി പോകാം.